വളരെ ചെറിയ പശുക്കൾ തൊട്ട് വലിയ പശുക്കൾ വരെ പാലിൻ്റെ അളവിലും അതുപോലെ വ്യത്യാസമുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ന് പശുക്കളെ പറ്റി അറിയാം. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പശു ഏതാണെന്ന് അറിയോ? അത് പൊങ്ങന്നൂർ എന്നാണ് പേര്. പൊങ്ങന്നൂർ പശുക്കൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള പശുക്കളാണ്. ആന്ധ്രയിലെ റായലസീമയിൽ നിന്നുള്ള പശുക്കളാണ്. തിരുപ്പതി ഭഗവാന് പാല് നിവേദിക്കുന്നത് പൊങ്ങന്നൂർ പശുവിൻ്റെ പാലാണെന്നാണ് പറയാം. ഇതൊക്കെ പറയാൻ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ശാസ്തമംഗലത്ത് നമ്മുടെ വിനിലുണ്ട്. വിനില് ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചൊക്കെ ആയിട്ട് നടക്കുകയാണ്. വിനിൽ എഞ്ചിനീയർ ആയിരുന്നു അല്ലേ? അതെ. എങ്ങനെയാണ് ഈ പശുക്കളുടെ ലോകത്തേക്ക് വന്നത്? വീട്ടിൽ വളർത്തിയ പശുക്കളുടെ പാല് കുടിച്ചാണ് വളർന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓഫീസൊക്കെ ഇവിടെ സെറ്റായി വലിയൊരു കോമ്പൗണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വെച്ചൂർ പശുക്കളെ മേടിച്ച് ഇതിപ്പോൾ 8-8.5 വർഷമാകുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഒരു ബ്ലഡിൽ എവിടെയോ ഒരു പാഷൻ കിടപ്പുണ്ട്. എത്ര തരം പശുക്കളുണ്ട് ഇവിടെ? ഇപ്പോൾ ഒരു 6 തരം പശുക്കളുണ്ട്. വെച്ചൂര്, ഗീർ പശുക്കള്, കാസർഗോഡ് ഡാർഫ്, പിന്നെ പൊങ്ങന്നൂര്, പിന്നെ കാങ്കറേജ്, ഇങ്ങനെ 6 ടൈപ്പ് പശുക്കൾ ഞങ്ങൾ. കാസർഗോഡ് ഡാർഫ് നമ്മുടെ കാസർഗോഡ് നിന്ന്. അതെ. വെച്ചൂര് നമ്മുടെ വെച്ചൂര്, കോട്ടയം വെച്ചൂര്. പൊങ്ങന്നൂര് ആന്ധ്ര, ചിറ്റൂര്, റായലസീമ മേഖലയിൽ നിന്ന്. അതെ അല്ലേ? ആ ബെൽറ്റില്. അതെ. കാങ്കറേജ് എന്ന് പറയുന്നത് ഗുജറാത്തിലും രാജസ്ഥാനിലും ഉണ്ട്. വലിയ പശുക്കൾ, വലിയ പശുക്കളാണ്. അതായത് നമ്മുടെ ബാഹുബലി സിനിമയില് അവസാനത്തെ സീനിൽ വലിയ കൊമ്പൊക്കെ ആയിട്ട് പോണ ആ പശുക്കളാണ് കാങ്കറേജ് പശു. ഗീർ ഏതാണ്ട് പോലെ തന്നെയല്ലേ? ഗീറും അതുപോലെ ഗുജറാത്താണ് ഗീർ. ഗുജറാത്ത് ഗീർ വനങ്ങൾ, അതാണ് ഗീറിന്റെ ഉത്ഭവസ്ഥാനം. പക്ഷേ ഈ കാങ്കറേജ് ഇത്രയും ഭീകരമായ രൂപമൊക്കെ കാണുന്നെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. നമ്മളെ അത്രത്തോളം സ്നേഹിക്കുന്ന പശുവാണ് അവര്. വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫാമിന്റെ വ്യത്യാസം ഒക്കെ പൂഞ്ഞുള്ള പശുക്കളാണ്. A2 മിൽക്കാണ്. A2 മിൽക്കാണ്. ഹമ്പുള്ള പശുക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ A2 മിൽക്ക്, പ്യുവർ A2 മിൽക്ക് തന്നെയാണ് ഞങ്ങള്. എന്താ A1ഉം A2 തമ്മിലുള്ള വ്യത്യാസം? A1 A2 എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് റെവല്യൂഷൻ സമയത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന പശുക്കൾക്കൊന്നും തന്നെ ഈ പറയുന്ന ഹമ്പില്ല. അപ്പോൾ ഈ ഹമ്പുള്ള പശുക്കൾക്ക് പാലിലെ പ്രോട്ടീനിൽ A2 ബീറ്റാ കേസിനാണ് അതിനുള്ള പ്രോട്ടീൻ കൂടുതലായിട്ടുള്ളത്. പാലിൽ 2 തരം പ്രോട്ടീനാണുള്ളത്, വേ പ്രോട്ടീനും കേസി പ്രോട്ടീനും. അപ്പോൾ ഈ കേസിൻ പ്രോട്ടീൻ അഗെയിൻ A1 ബീറ്റാ കേസിൻ, A2 ബീറ്റാ കേസിൻ. അപ്പം ഈ ബാക്കി വൈറ്റ് റെവല്യൂഷനിൽ വന്ന പശുക്കൾക്ക് A1 A2 മിക്സ് ആണ് അവരുടെ പാല്. അതേസമയം ഇന്ത്യയിലും ആഫ്രിക്കയിലും പണ്ടുണ്ടായിരുന്ന നമ്മുടെ നാടൻ പശുക്കൾ, ഹമ്പുള്ള പശുക്കൾക്ക് A2 ബീറ്റാ കേസിൻ മാത്രമേ പ്രോട്ടീനുള്ളൂ. A2 ബീറ്റാ കേസിൻ മാത്രം അടങ്ങിയ പാല് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലേക്ക് വരുമ്പോൾ അത് ദഹിച്ചു പോകും, ഒരു കുഴപ്പമില്ലാതെ. പിന്നെ അതിൽ ഒരുപാട് വൈറ്റമിൻസിനും വൈറ്റമിൻ ഡിയും ഒക്കെ ഉണ്ട്. അതേസമയം A1 A2 ബീറ്റാ കേസിന് അടങ്ങിയ പാല് അതായത് സാധാരണ കിട്ടുന്ന പാല്, മാർക്കറ്റിൽ കിട്ടുന്ന പാല്, അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് കോസോമോർഫിൻ 7, CMF7. ഈ മോർഫിൻ ആ പേരിൽ തന്നെയുണ്ട്. അതാണ് ഒരുപാട് നമുക്ക് ഹെൽത്തിന് അപകടകാരി. ടൈപ്പ് 1 ഡയബറ്റീസ്, ഓട്ടിസം, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുന്നതാണ് ഈ കോസോമോർഫിൻ എന്ന് പറയുന്ന പാലിലല്ല, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പാലിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈം. രാവിലെ തന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയേക്കല്ലേ? ഞാനിത് ആരോടും പറയാറില്ല. ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പാലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്ങന്നൂറിൻ്റെയാണ്. 8ന് മുകളിലാണ് അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ. വേറെ ഒരു പശുക്കൾക്കും ഇത്രയും ഫാറ്റ് കണ്ടന്റ് ഇല്ല. ഇവൾക്ക് 4.5 വയസ്സ് പ്രായമുണ്ട്. ഈ അമ്മയ്ക്ക് 3 മാസത്തിന് മുമ്പാണ് ഈ കുട്ടിയെ ഡെലിവറി ആയത്. ഇപ്പോഴും ഞങ്ങൾ അവളെ കറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മിൽക്ക് കിട്ടുന്ന അമ്മ ഇത് മാത്രമേ ഉള്ളൂ. എത്ര പാല് കിട്ടും? 2 നേരവും കൂടെ കറക്കുകയാണെങ്കിൽ ഒരു 2-2.25 ലിറ്റർ വരെ കിട്ടാം. പക്ഷെ ഞങ്ങൾ ഒരു നേരെ കറക്കുന്നുള്ളൂ, രാവിലെ മാത്രം. ബാക്കി കുട്ടിയെ കുടിപ്പിക്കുക ചെയ്യുന്നത്. ഒരു 3 മാസം മുതൽ 4 മാസം 5 മാസം വരെയൊക്കെ ഞങ്ങൾ കുട്ടിയെ നന്നായിട്ട് കുടിപ്പിക്കും. അത് ഏത് പശുവാണേലും കുടിപ്പിക്കും, ഗീറാണേലും കുടിപ്പിക്കും. ബിക്കോസ് അടുത്ത തലമുറ ആ പ്രായത്തിൽ നന്നായിട്ട് പാൽ കുടിക്കും. അതെ, ഞങ്ങൾക്ക് നാച്ചുറൽ ബ്രീഡിങ്ങിന് ബുള്ളുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് ഒരുപാട് മെയിൽ കാഫ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ടെക്നോളജി ഒരുപാട് മാറി, സർക്കാർ തന്നെ അത് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സെക്സ്ഡ് സമൻ
ഇവിടെ ഞങ്ങൾ ക്രയോക്കാനുണ്ട് ഞങ്ങളിവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ തന്നെ. അപ്പം ഡോക്ടർ വന്ന് അത് ഇഞ്ചെക്ട് ചെയ്യും. അപ്പം 90% വരെ അത് സക്സസ് റേറ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എനിക്ക് അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് ഏപ്രിൽ മുതൽ കിട്ടും. ഏപ്രിലിൽ 10 പശുക്കൾ ഗിർ പശുക്കളെ ഞങ്ങൾക്ക് ഈ സെക്സ് ഓർട്ടഡ് സെമൻ വെച്ചത് ഡെലിവറി ആവാനുണ്ട്. അതുപോലെ മെയിലും ഉണ്ട്. ഏപ്രിൽ മെയ് മാസം കൊണ്ട് 20 എണ്ണം പ്രസവിക്കും ഓൾമോസ്റ്റ്. ഇത് വെച്ചൂരിന്റെ സ്വർണ്ണക്കപില എന്ന് പറയുന്ന പശുവാണ്. ലക്ഷ്മി എന്നാണ് ഇവളുടെ പേര്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്വർണ്ണക്കപിലയുടെ പശുവിന്റെ അത്തരം പശുക്കളുടെ പാലാണ് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലേക്ക് പ്രിഫർ ചെയ്തിരുന്നത്. അതെ 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 അല്ലേ? അതെ. ആക്ച്വലി ഇവരുടെ ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഗിർ പശുക്കളുടെയാണ്. അവരുടെ യൂറിനില് സ്വർണ്ണം ഉണ്ടെന്നുള്ളത് അതിന്റെ റിസർച്ച് വന്നിട്ടുണ്ട്. പിന്നെ ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വരുന്നതോടുകൂടി ഭൂമി എൻട്രി ചെയ്യും എന്നുള്ളതായിരിക്കും. വേറൊരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് സ്വർണം എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലേക്ക് വരുന്നത്. ഇത് കാസർഗോഡ് ഡോർഫ്. അതെ, കാസർഗോഡ് ഡോർഫ്. ഇവള് ഇവിടെ ജനിച്ചതാണ്. നാണി എന്നാണ് പേര്. ഇവള് നാണി അടുത്ത മാസം ആദ്യമായിട്ട് പ്രസവിക്കും. ഇവള് അതായത് ഓൾമോസ്റ്റ് ഒരു 1-ാം തീയതി 5-ാം തീയതിക്കകത്ത് ഇവള് പ്രസവിക്കും. ഇത് അഗൈൻ വെച്ചൂര്. ഇത് വെച്ചൂരാണ് സത്യം പറഞ്ഞാൽ ഈ ഡോർഫ് ബ്രീഡുകളിൽ വെച്ചൂര് ഇത്തിരി പൊക്കം കൂടിയ ആൾക്കാർ. അതെ, പൊക്കം കൂടുതലാണ്. ഇച്ചിരി ഭയമാണ്. ഉണ്ടോ അവള് ഇച്ചിരി അങ്ങ് ഭയന്ന് ബോളം വയ്ക്കുന്നുണ്ടോ. ഇവരൊക്കെ പിന്നെ കുറച്ചായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. കുഞ്ഞൻ പശുക്കള്, വലിയ പശുക്കൾ അപ്പുറത്തുണ്ട്. വലിയ പശുക്കൾ അപ്പുറത്തായിട്ട്. അത് ഗീറും ഉണ്ട്, കാങ്ക്രേജും. അതെ. അത് എത്ര പശുക്കളുണ്ട്? എനിക്ക് മൊത്തത്തിൽ നമ്പർ ഒരു 80 നമ്പേഴ്സ് ഉണ്ട്. അതിലൊരു 15ഓളം എണ്ണം എൻ്റെ വീട്ടിലാണ്. അതായത് ഒരു കുട്ടികൾ വളർന്നു വരുന്ന പരുവത്തിനുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വലിയ പശുക്കളിൽ ഇത് മിക്കവാറും ഗീറാണ് അല്ലേ? അതെ അതെ. ഈ ഷെഡിനകത്ത് 99% ഗീറാണ്. ഒരു കാങ്ക്രേജ് മാത്രമേ ഉള്ളൂ. അതിവിടെ ജനിച്ച ഒരു കാങ്ക്രേജ് ആണത്. ഞാൻ പണ്ട് ഈ ഗീർ വനത്തിൽ പോയിട്ടുണ്ട് സിംഹത്തിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു സിംഹം മാത്രം എനിക്ക് കാണാൻ പാകത്തിന് ആവശ്യത്തിന് വേണ്ടി വന്നു നിന്നു. അത് കഴിഞ്ഞ് അത് വളരെ രാജകീയമായിട്ട് തിരിച്ചും പോയി. സിംഹത്തിനേക്കാളും വൈൽഡ് സ്വഭാവം ഉള്ളവരാണ് ഈ പശുക്കൾ. പക്ഷെ അവരെ സ്നേഹിച്ച് കൊണ്ടുപോയാൽ ഒരു കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും വൈൽഡ് സ്വഭാവമാണ്. എന്താ അതിന്റെ പ്രത്യേകതകളുള്ളത്? കൊമ്പ് താഴത്തേക്കാണ്. കൊമ്പ് താഴത്തേക്കാണ്. ഇവരുടെ ചെവി നീളം നല്ല നീളം കാണും. പിന്നെ ഈ ആട വളരെ എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം നല്ലതാണ്. ആട പണ്ടും നമ്മുടെ നാട്ടും പശുക്കൾക്കും ആടയുള്ള പശുക്കൾക്ക് പ്രത്യേക പരിഗണന. അതാണ് ആട, പൊക്കിള്, ഈ നെറ്റി നല്ല വിരിഞ്ഞ നെറ്റിയാണ് അവർക്ക്. അതൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ. ലക്ഷണമത്തു എന്ന് പറയുന്നത് താഴത്തേക്ക് പോരുന്നതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇവിടെ കൊമ്പ് വലുതായി വരുന്നത് കൊണ്ട് അത് നേരെ ഇളെ പോലെ ഇവർക്ക് എന്താ പേരിട്ടേക്കണ? കൊമ്പി തന്നെയാണ് പേര്. അതുപോലെ അത് കൊമ്പ് ഇങ്ങനെ വന്നിട്ട് ഒരു തിരിച്ചിലും കൂടി തിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് അത്രയും പ്രായമുണ്ട്. ഇവരൊരു 20 വയസ്സിന് മുകളിൽ വരെ ജീവിക്കുകയും 20 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ തരാൻ ശേഷിയുള്ള പശുക്കളാണ് ഇവർ. അവളുടെ നല്ല ലക്ഷണമുള്ള ഒരു പശുവാണ്. അതേപോലെ നല്ല ലക്ഷണമുള്ള ഒരു കുട്ടിയെ തന്നെ അവൾ കഴിഞ്ഞ പ്രാവശ്യം തരികയും ചെയ്തു, ഒരു പെൺകുട്ടി. ഇടയിൽ അയാള് വളരെ സ്റ്റൈലിഷ് ആണ് അല്ലെ? പൊതു രീതിയിൽ നിന്ന് മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അവൻ ആണാണ്. പൗരുഷം നന്നായിട്ട് കണ്ടോ? അവന്റെ നെറ്റിയും അവന്റെ ഹമ്പും ഒക്കെ. പക്ഷെ പ്രായമായിട്ടില്ല. അവനൊരു 3 വയസ്സ് ആകുന്നതേ ഉള്ളൂ. ഗുജറാത്തിൽ തന്നെ ഈ ഗീർ പശുക്കൾ എന്ന് പറഞ്ഞാലും അത് അവിടുത്തെ പ്രാദേശിക ഭേദം ജില്ലകൾ മാറുന്നതിനനുസരിച്ച് ലില്ലി, കാബ്രി, ഭാവനഗർ ഇങ്ങനെ മാറ്റങ്ങളുണ്ട്. ഇത് ശരിക്കും അവിടെ വലിയ പറ്റങ്ങളായിട്ടാണ്. അതെ, അവിടെ ആയിരക്കണക്കിന് ഇങ്ങനെ അങ്ങ് നടക്കുകയല്ലേ. അത് നാച്ചുറലായിട്ട് ഇങ്ങനെ മേറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഷെഡിനകത്ത് നിർത്തി അങ്ങനെയുള്ളൊരു ഇതില്ല അവിടെ. ഷെഡിനകത്താണെങ്കിലും അവർ ഫ്രീ ആണ്, അഴിച്ചു വിട്ടേക്കാണ്. അങ്ങനെയുള്ളതേ ഞാൻ കണ്ടതിൽ കൂടുതലും. അവിടെ പോയി കൊണ്ടുവന്നതാണ്. അവിടെ ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ പോയി. ഒരുപാട് ആൾക്കാരെ കണ്ടു. അങ്ങനെയൊക്കെ ഞാനൊരു ഫാം അതുപോലെ ഇങ്ങനെ മേടിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആൺകുട്ടികളുണ്ടായിരുന്നു, വലിയ ബുള്ളുണ്ടായിരുന്നു, പിന്നെ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും വയസ്സായതും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് മൊത്തത്തിലേക്ക് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു.
അതൊക്കെ ഒരു വലിയൊരു ക്രേസിന്റെ പുറത്താണ്. എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി? ഒരുപാട് പൈസ അതിൽ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാം നമ്മൾ സെലക്ട് ചെയ്ത് 10-20 പശുക്കൾ മേടിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്കതിൻ്റെ റിസൾട്ടും ഒക്കെ നല്ലതായിരിക്കും. ഇതൊരു ഫാമല്ലേ, അപ്പോൾ അതുപോലെ മേടിക്കുമ്പോൾ അതിനകത്ത് വയസ്സായവരുണ്ട്, കാമ്പ് പോയവരുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തവരുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് അവരെയൊക്കെ രക്ഷിച്ച് ജീവിതകാലം മുഴുവൻ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പൈസ പോയി. നമ്മുടെ വയനാട്ടിലൊരു തങ്കച്ചൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കക്ഷിയുണ്ട്. തങ്കച്ചൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഇരുന്നിട്ട് കാല് നീട്ടണം. അതെ അതെ അതെ. വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഓരോന്നായിട്ട് ഒരു 10 പശുക്കളൊക്കെ ചെയ്യാവൂ ഫാം തുടങ്ങുന്നവർ. മാക്സിമം ഒരു 2-3 വർഷമെങ്കിലും ഒരു 10 പശുക്കളെ വളർത്തിയിട്ടേ പിന്നെ മുന്നോട്ട് പോകാവൂ. ഇനി ഇവിടെ കാങ്ക്രേജ് ഏതാളെ? ഞങ്ങളുടെ സുരഭി കൊച്ച് നിൽക്കുന്നു. കാങ്ക്രേജ് മുകളിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും, കൊമ്പ് ഇങ്ങനെ വരും, മുകളിലേക്ക് തന്നെ വരും. അത് ഇനിയും കൊമ്പ് ഒരുപാട് വലുതാവാനുണ്ട്. ഇതിപ്പോ ആദ്യത്തെ പ്രസവം ആകാൻ പോകുന്നേ ഉള്ളേ, അതിനുള്ള പ്രായമേ ഉള്ളതിന്. കാമാണ്, നല്ല ബ്ലഡ് ലൈൻ ആണ് അവള്. അവളുടെ ആടെയൊക്കെ നോക്കി, അവളുടെ മുഖം കണ്ടോ, കുഞ്ഞാണ് മുഖം. ഈ കൊമ്പ് അങ്ങ് കയറി കഴിയുമ്പോൾ അവളുടെ മുഖം ഇനിയും ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓമനത്തോളം മുഖമാണ്. സുരഭി, സുരഭി, സുരഭി. ഗിർ പശുക്കളെക്കാളും വളർത്താൻ എളുപ്പം കാങ്ക്രേജ് ആണ്. അത് നല്ല അറ്റൻഷൻ നമുക്ക് കിട്ടും. നമ്മൾ എത്ര പശുക്കളുടെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിലും നമ്മളെ എപ്പോഴും ഗാർഡ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരു 4 കാമ്പിലും പാലുള്ള നല്ല സാമാന്യം തെറ്റില്ലാത്ത നല്ല ലക്ഷണങ്ങളുള്ള ഗിർ പശുവിന് ഗുജറാത്തിൽ തന്നെ ഒരു 1-1.5 ലക്ഷം രൂപ വിലയുണ്ട്. 1.5 ലക്ഷമെങ്കിലും കൊടുക്കണം. വെച്ചൂർ പശുവിന് 2 റേഞ്ചാണ്. മോഹവിലയുണ്ട്. ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ വില തന്നെ 70,000 രൂപയ്ക്ക് മുകളിലാണ്. ആൾക്കാർ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല വെച്ചൂർ പശുവിന് ഒരു 30,000 രൂപയ്ക്ക് കിട്ടും. ആ റേഞ്ച്. പൊങ്ങന്നൂരിന് ഒരു 2 ലക്ഷം മുതൽ 6 ലക്ഷം വരെ വിലയുണ്ട്. എൻ്റെ ഇവിടെ നിൽക്കുന്നത് ഒരു ആവറേജ് ഒരു 2 ലക്ഷം 3 ലക്ഷം ആ റേഞ്ചിലുള്ളവരാണ്. പക്ഷേ ഇത് അടുത്ത ജനറേഷൻ മിനി പൊങ്ങന്നൂർ, പിന്നെ അതിൻ്റെ അടുത്ത ജനറേഷൻ മൈക്രോ പൊങ്ങന്നൂർ എന്നൊക്കെ പറയുമ്പോൾ വില കയറി പോവാണ്. ആൾ കുഞ്ഞായിട്ട് വരും. പരിപാലിക്കുന്നത് എങ്ങനെ, എന്തൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം, തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇത് പൊങ്ങന്നൂരിന്റെ ബുള്ളാണ്. അതെ അതെ അതെ. എന്ത് പ്രായമുണ്ടോ? ഇവനൊരു 6 വയസ്സിനടുപ്പിച്ചുണ്ട്. അവൻ്റെ കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്, നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ പൊങ്ങന്നൂരിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ലക്ഷണമുള്ള ഒരു ബുള്ളാണ് അവൻ. ആള് ഒരു സ്ലോ കാമാൻ ഇതാണ്, പക്ഷെ നല്ല അഗ്രസീവാണ്. അവൻ്റെ അടുത്ത് എന്തെങ്കിലും കിണ്ടാൻ പോയാലേ അവൻ തോണ്ടും. ഇറക്കി വിട്ടേണ്ട ഒരു ആനന്ദത്തിലാണ് എല്ലാവരും. അവരെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര അവരുടെ സ്ട്രെസ്സോ എനർജിയോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചാടി ഓടി ഒരു 10 മിനിറ്റോളം അവർ ഭയങ്കരമായിട്ട് നല്ല ഹൈറ്റിൽ ചാടും. നിന്ന് നിൽപ്പിന് നല്ല ഹൈറ്റിലൊക്കെ ചാടി കുറച്ച് വഴക്കുണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തെല്ലാം കഴിഞ്ഞ് അവർ ശാന്തമാവും. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞോളൂ, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവർ ഇവിടെ ഇങ്ങനെ പോക്കറ്റായിട്ട് കിടന്ന് അയവെട്ടി കിടക്കും. എല്ലാവരെയും കൂടെ വിടുമ്പോൾ കൺജസ്റ്റഡ് ആവും. അപ്പോൾ ഈ ഇപ്പുറത്തുള്ള സെക്ഷൻ ഞങ്ങൾ ഇന്ന് രാവിലെ വിട്ടെങ്കിൽ അപ്പുറത്തുള്ള സെക്ഷൻ നാളെ ഇറക്കി വിടും. ഇനി കറവ സമയമാകുമ്പോഴേ ഇവരെ കയറ്റത്തുള്ളൂ. ബിക്കോസ് ഇവർ വെയിൽ കൊള്ളണം. അതിനാണ് ഈ ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സൂര്യകേതു നാടി എന്നാണ് പറയുന്നത്. ഇവരുടെ ഹമ്പ് മുതൽ ആ ടെയിൽ വരെയുള്ള ഭാഗം, അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഇവർ ഒരുപാട് എനർജി വലിച്ചെടുക്കും. വൈറ്റമിൻ ഡി വരെ പാലിലുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. അപ്പോൾ ഇവർ വെയിൽ കൊള്ളാതെ ഞാൻ കൂട്ടി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവർ വെയിൽ കൊള്ളണം. പിന്നെ ഇവരെത്ര ഇപ്പം ഏറ്റവും നല്ല തിരുവനന്തപുരത്ത് 36 ഡിഗ്രി ചൂടെന്നൊക്കെയാണ് പറയുന്നത്. ആ ചൂട് അടിച്ചാലും ഇവർ അണയ്ക്കുകയോ, സാധാരണ പശുക്കൾ അണയ്ക്കുമെന്ന് പറയും, വായു കൂടെ പതയൊക്കെ വരും നല്ല ചൂടാകുമ്പം. HF ജേഴ്സി ഉദാഹരണത്തിന് ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റിയാണ്, ഇവർ അണയ്ക്കില്ല. പിന്നെ നാച്ചുറലായിട്ടുള്ള നല്ല ഇമ്മ്യൂണിറ്റി അവർക്കുണ്ട്, അസുഖങ്ങൾ കുറവാണ്.
അതൊക്കെയാണ് ഏറ്റവും വലിയ ഈ പശുക്കളെ വളർത്തുന്നുള്ള അനുഗ്രഹം. പാല് കുറച്ചേ ഉള്ളെങ്കിലും ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നമ്പർ 1 ആണ്. നല്ല ആഹാരം കൊടുത്ത് നല്ല ആംബിയൻസിൽ സ്നേഹത്തോടെ അവർ നിൽക്കുന്നു. അതാണ് അവരുടെ കെയറിങ്. ആവശ്യമില്ലാതെ വടിയെടുക്കുക, അവരെ തല്ലുക, അവർക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കുക. സ്ട്രെസ് കൊടുത്താൽ പെട്ടെന്ന് അത്രയും സെൻസിറ്റീവാണ് അവർ. വൈൽഡ് ആണെങ്കിലും അത്രയും സെൻസിറ്റീവാണ്. എങ്ങനെ തീറ്റ കൊടുക്കുന്നതൊക്കെ എങ്ങനെ? ഇലിപ്പോട് അല്ലെങ്കിൽ പഴയ ഇവിടെ ഒരു കരിമൺകുളം ഏല എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അതെല്ലാം റെസിഡൻഷ്യൽ കോളനിയാണ്. പക്ഷേ ചില പ്ലോട്ടുകൾ അടഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകളിൽ ഞാൻ പുല്ല് നടുകയാണ്. ഇത് മൊത്തത്തിൽ ഒരു സിറ്റിക്കകത്തൊരു ഫാം നടത്തുമ്പം എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടുന്ന് 1 മണിക്കൂറിനകത്ത് റോ മിൽക്ക്, ഫ്രഷ് മിൽക്ക്, A2 മിൽക്ക് കസ്റ്റമറുടെ കയ്യിലെത്തുകയാണ്, വീട്ടിലെത്തുകയാണ്. എന്ത് വിലയ്ക്കാണ് വിൽക്കുക? ഞങ്ങൾ 120 രൂപയ്ക്ക് ആണ് ഡെലിവറി ഉൾപ്പെടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്. 120 രൂപയ്ക്കാണ്. വെച്ചാൽ 25 ലിറ്റർ മറ്റേ പശുവിന് കിട്ടുന്ന സമയത്ത് ഇതിലൊരു 8 ലിറ്ററൊക്കെയാണ് ഞങ്ങൾക്ക് ആവറേജ് പാല് കിട്ടത്തുള്ളൂ. പരിപാലനം മറ്റതിൻ്റെ അതേ ചിലവ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ 120 രൂപ അത്ര വയബിൾ പ്രൈസ് ഒന്നും അല്ല. പിന്നെ ഇത് ലാഭം നോക്കി ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ ഞങ്ങൾ ഇവരെ എല്ലാ ദിവസവും ഫുൾ തേച്ച് കുളിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കൂട് കഴിയുന്ന കൂട്ടത്തിൽ ഇവരുടെ അടിവയറും കാമ്പും അകിടും കുളമ്പും ഒക്കെ നന്നായിട്ട് കഴുകി വിടും. ഇത്രയും നല്ല ചൂടൊക്കെ ഉള്ളപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ശരീരത്ത് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കാറുള്ളൂ. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തു നിന്ന് ഇവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ നിങ്ങൾ കണ്ടോ, ബാക്കി ഇതിനകത്ത് ഇവിടെ ഈച്ചയും ഒക്കെ വളരെ കുറവല്ലേ. അതിൻ്റെ കാര്യം ഇവരുടെ ശരീരത്തു നിന്ന് തന്നെ ഒരു ഓയിൽ പോലെ ഒരു ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഈച്ച, കൊതുക്, വേറെ ഇവർക്ക് ഇങ്ങനെ ചൊറി ഇങ്ങനെയൊന്നും വരാതിരിക്കാനുള്ള അവരുടെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മളതിനെ സോപ്പൊക്കെ ആയിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അസുഖം വരും. കുളമ്പ് രോഗത്തിന് വാക്സിനേറ്റഡ് ആണ്. നമുക്ക് ഇവിടുത്തെ മൃഗാശുപത്രിയൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടാണ്. ഈ എല്ലാവർക്കും വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള ബൗൾസ് ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക് ആണ്. 24 മണിക്കൂർ അവർക്ക് വെള്ളം കിട്ടും. 10-40 ലിറ്റർ വെള്ളം അവർ ഒരു ദിവസം കുടിക്കും. തീറ്റ എങ്ങനെയൊക്കെ? ഇത്രയും പശുക്കൾ വേണമെങ്കിൽ ഒരു 15 ഏക്കറിലെങ്കിലും പുൽകൃഷി വേണം. അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ സൈലേജ് ഞങ്ങൾ ഫുൾ ട്രക്കായിട്ട് ലോഡ് വരുത്തും. അത് നല്ലതാണെന്ന് വെച്ചാൽ 40 കിലോ പുല്ല് ഇവർക്ക് ഒരു ദിവസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15-18 കിലോ വരെ സൈലേജ് കൊടുത്താൽ മതി. സൈലേജ് ഇവർക്ക് നമ്മൾ ലഡ്ഡു കഴിക്കുമ്പോൾ അവർക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ഫുഡാണ് സൈലേജ്. ചോളത്തിൻ്റെ സൈലേജാണ്. അത് അത്രയും ഇഷ്ടമാണ്. പാലിനും അതിൻ്റെ ഒരു മധുരമൊക്കെ കിട്ടും. നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു മധുരം കിട്ടും. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇപ്പം ഒരു 350-400 ഇടയ്ക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരും വന്ന് ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നവരും അങ്ങനെയൊക്കെയുള്ള കസ്റ്റമേഴ്സാണ്. കറവ 3:30 തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആ ഒരു ബാച്ച് പാല് പാക്ക് ചെയ്ത് അപ്പം 4:30 ഇവിടുന്ന് സ്റ്റാർട്ടാവും. രണ്ടാമത് ആൾ പോയിട്ട് ഈ റൂട്ട് കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത ബാച്ച് ഇവിടെ പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഫുൾ കറവയും കഴിയുമല്ലോ. പിന്നെ അത് പോയിട്ട് 6:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡെലിവറി കംപ്ലീറ്റ് കഴിയും. സുരഭിയേ ഒന്നും ചെയ്യില്ല. അവള് വളരെ ശാന്ത സ്വഭാവമാണ് അവള്. സുരഭി അവള് നേരത്തെ കാങ്ക്രേജ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പറ്റുന്ന ആളാണ്. അതെ. പൈക്കിടാവ് ഇപ്പോൾ വരും. 1 മാസത്തിനകത്ത് പൈക്കിടാവ് വരും. ആദ്യത്തെ പൈക്കിടാവ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കുക അവളെ. സുരഭിയേ വാ. ഇവർക്ക് രണ്ടുപേർക്ക് ഈ ഗീറും കാങ്ക്രേജ് നിങ്ങൾക്ക് മറ്റേ ഇത് വെച്ചിട്ട് കറന്നെടുക്കാൻ പറ്റുള്ളൂ. മിഷ്യൻ അത് ഫുൾ ഈ ഷെഡിനകത്ത് മിഷ്യൻ തന്നെയാണ് മുഴുവനായി. ഈ കുഞ്ഞു പശുക്കളെ മിഷ്യൻ മാനുഫാക്ചേഴ്സ് വെക്കാന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ അത് പ്രാക്ടിക്കൽ അല്ല. കുഞ്ഞു കാമ്പൊക്കെയാണ് ഞങ്ങൾ കൈകൊണ്ട് കറന്നെടുക്കാൻ പതിവ്. ഞങ്ങളിവിടെ ക്രീം എടുക്കുന്നുണ്ട്. ക്രീം സെപ്പറേറ്റ് ഉണ്ട്. ക്രീം എടുത്തിട്ട് അതിനെ ഞങ്ങൾ നെയ്യാക്കുന്നുണ്ട്. ബട്ടറിന് ആവശ്യക്കാർ വരുന്നുണ്ട്. മെയിൻലി ഞങ്ങൾക്ക് പനീറുണ്ട്. ഞങ്ങളുടെ പനീർ ഇതിൻ്റെ A2 മിൽക്കിൻ്റെ പനീർ അത്ര ടേസ്റ്റിയാണ്. ആ പനീറിന് വളരെ നല്ല ഡിമാൻഡുണ്ട്. ഞങ്ങളുടെ നിർണ്ണയ് എന്ന് പറയുന്ന നെയ്യാണ്. ഇത് ഞങ്ങൾ ആ ബട്ടർ ഇവിടെ ഉരുക്കിയെടുക്കുന്ന നല്ല നെയ്യാണ്. ഒരുപാട് ഗുണങ്ങൾ ഈ നെയ്യ് കൊണ്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്ന നെയ്യാണ് ഞങ്ങളത്. ഇവിടുന്ന് ഒരുപാട് പേര് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പനീർ, നെയ്യ്, കേട്, പാല് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്രോഡക്ട്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്കമിങ് വളരെ ഷോർട്ടായിട്ട് ലോഞ്ച് ചെയ്യും. നാടൻ പശുക്കൾക്കും രോഗങ്ങൾ വരുന്നതിനെ പറ്റിയിട്ട് പല ക്ഷീര കർഷകരും ആശങ്കയിലാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് കരവനയാറാണ് അല്ലേ? അതെ, കരവനയാറാണ്. അരുവിക്കര ഡാം തുറന്നു വിടുമ്പോൾ ഇത് ഇങ്ങനെ നിറഞ്ഞൊഴുകാറുണ്ട്. നല്ല രസമാണ് ആ സമയത്ത് ഇങ്ങനെ വെള്ളം അത്രയും ഫോഴ്സിൽ ഒഴുകി പോകുന്നതൊക്കെ കാണാനായിട്ട്. ഈ ആറിന്റെ തീരത്തു നിന്നാണ് നമ്മൾ ഉള്ളി പാക്കാറ്. അതെ. ഇത് ഇവിടെ ഈ 2 ഫാമിലി താമസിക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫുകളും
ഓഫീസിനകത്ത് ഞങ്ങൾ നെയ്യ് ഉണ്ടാക്കുന്നത് പ്രിപ്പറേഷൻ ഇതെല്ലാം ഇതിൻ്റെ ഗ്യാസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ബാക്ടീരിയ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ശരിക്കും നല്ല ഫോഴ്സിൽ നല്ല പവറിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കിട്ടും. നോക്കാൻ ആൾക്കാർ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നുണ്ട്? പുറത്തുനിന്ന്, അതെ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഉത്തർപ്രദേശ് UP-യിലുള്ള 2 ഫാമിലിയാണ്. നമുക്ക് പശുക്കളെ ഇച്ചിരി അടിയും ബഹളമൊന്നും ഇല്ലാതെ അവരെ നന്നായിട്ട് ഇച്ചിരി സ്നേഹത്തോടെ നോക്കണം. അങ്ങനെയുള്ളവരെ നിർത്താൻ പറ്റുള്ളൂ. അപ്പം പണി എളുപ്പമാവും. नहीं मत रहेगा, मारेगा नहीं, वो करना है। क्या कर, कैसे करो, कैसे? ഒരുവിധം കുളമ്പ് രോഗത്തിന്റെ കാര്യത്തിൽ വാക്സിനേറ്റഡ് ആണെന്ന് പറഞ്ഞു. അതെ, വാക്സിനേറ്റഡ് ആണ്. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഒരു കഴിഞ്ഞ വർഷമാണ് ഒരുപാട് കാലത്തിന് ശേഷം കേരളത്തിൽ മൊത്തം ആദ്യം നോർത്ത് ഇന്ത്യയിൽ ആയിരക്കണക്കിന് പശുക്കൾ മരിച്ചുപോയി. അത് കഴിഞ്ഞ് കേരളത്തിലും അതിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായി. പക്ഷെ ഇവിടെ ഒരുപാട് മരണം സംഭവിച്ചില്ല. എനിക്ക് ചർമ്മമുഴ ആ അസുഖം അത് ആ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വാക്സിനേഷനൊക്കെ എത്തിയത്. ആ സമയത്ത് ഒരു 4-5 പശുക്കൾക്ക് ഞാൻ കൂടെ പിടിച്ചായിരുന്നു. ഇതൊന്ന് ഗീറ്, ഒന്ന് വെച്ചൂരിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഈ ചർമ്മമുഴ ഇപ്പം ഒരു വലിയ പശുവിനും വന്നില്ല. ഇപ്പം കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ വന്നുള്ളൂ. വലിയ പശുക്കളെല്ലാം വാക്സിനേറ്റഡ് ആണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ അസുഖം മാറി വരികയാണ്. അസുഖം മാറി വന്ന് ഇനി ഒരാഴ്ചയോടെ കഴിയുമ്പോൾ എല്ലാ പാടും ഒക്കെ മാറും. ഇത് ഇപ്പം നല്ല അസുഖം കുറഞ്ഞു, ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങി, പാലൊക്കെ കുടിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പം കണ്ടില്ലേ ഈ കുമിളകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എത്നോ വെറ്റിനറി മെഡിസിൻ്റെ എണ്ണ കാച്ചിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലിപ്പം ഞങ്ങൾ വായിൽ കൊടുക്കുന്നത് വെറ്റിലയും ഒരു 10 വെറ്റില, പിന്നെ 10 കല്ലുപ്പ്, 10 പരല്, പിന്നെ 10 കുരുമുളക്. ഇത് ഞങ്ങൾ അരച്ച് ഇവരുടെ വായിൽ പേസ്റ്റാക്കി നാക്കി തേച്ച് കൊടുക്കും. അത് ഒരു ആൻറ്റിബയോട്ടിക്കിന് തുല്യമാണെന്നാണ് പറയുന്നത് എത്നോ വെറ്റിനറിയിൽ. ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തുള്ള കുമിളകൾ പൊട്ടലൊക്കെ ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചി ഇതിൻ്റെ പുറത്ത് തേക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ 1 ലിറ്റർ നല്ലെണ്ണ, 1 ലിറ്റർ നല്ലെണ്ണയിൽ 20 ഗ്രാം വെളുത്തുള്ളി, 20 ഗ്രാം മഞ്ഞൾപ്പൊടി, 20 ഗ്രാം വേപ്പില, 20 ഗ്രാം മൈലാഞ്ചിയുടെ ഇല, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനം നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് കാച്ചി എടുത്തിട്ട് ആ എണ്ണയാണ് നമ്മളിതിൽ തേക്കുന്നത്. അപ്പോൾ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിയുമ്പോൾ തന്നെ ഇതങ്ങോട്ട് ഉണങ്ങിക്കിട്ടും നമുക്ക് നന്നായിട്ട്. ഇതാണ് അതിൻ്റെ കൂട്ട്. 1 ലിറ്ററിന് 20 ഗ്രാം വീതം. അത് പുരട്ടുന്നത് ഗ്ലൗസ് ഇട്ട് സെപ്പറേറ്റ് ഒരാളെ മാത്രം കൊണ്ട് ഇത് പുരട്ടുക. ഇത് പുരട്ടി കഴിഞ്ഞിട്ട് പൊട്ടാസ്യം കലക്കിയ വെള്ളത്തിൽ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വേണം ആ ആളെ പുറത്തോട്ട് എടുക്കാനായിട്ട്. ഇത് തീർത്തും ഐസൊലേഷൻ ഏരിയ ആണത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ല വേറെ പശുക്കളടുത്ത് പോയി തൊടാനേ പാടില്ല. എപ്പോഴും ഇവിടേക്ക് ആഹാരം കൊടുക്കുകയോ ഇവരുടെ അടുത്തോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ പൊട്ടാസ്യം ഒഴിച്ച വെള്ളത്തിൽ കൈയും കാലും കഴുകിയിട്ടേ പുറത്തേക്ക് ഇറങ്ങാവൂ. അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ അപ്പം തന്നെ കുട്ടിയായാലും പശുവായാലും ആരായാലും വരെ ഐസൊലേറ്റ് ചെയ്യുക. ഒരു കാരണവശാലും കൂട്ടിൽ നിർത്തരുത്. പകരുന്ന അസുഖം തന്നെയാണ്. വീട്ടിൽ കുട്ടിക്കാലത്ത് നല്ല പശുപാല് കുടിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് നല്ല പശുപാല് കുടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പശുക്കളെ ഞാനിവിടെ നിർത്തിയേക്കുന്ന കാര്യം. ഓർമ്മയുണ്ട്. ഓർമ്മ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി വരട്ടെ. താങ്ക് യു. കൂടുതൽ പൈക്കിടാങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വീണ്ടും വരാം. ശരി, താങ്ക് യു.